ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാർവേ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന താറിൻ്റെ 5 ഡോർ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. അപ്പം ഈ വണ്ടിയുടെ മെയിൻ എതിരാളികൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗൂർക്കയുടെ 5 ഡോറും ഉണ്ട്, അതേപോലെ നമ്മുടെ ജിംനി ഉണ്ട്. ജിംനി വേണമെങ്കിൽ നമുക്കൊരു ചെറിയ സൈസുള്ള വണ്ടിയാണെന്ന് പറയാം. മെയിൻ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഗൂർക്ക 5 ഡോറും ആ ഒരു താറിൻ്റെ 5 ഡോറും ആയിരിക്കും. പക്ഷേ ഇതല്ലാണ്ട് തന്നെ നമ്മുടെ മഹേന്ദ്രയുടെ ഭാഗത്തുനിന്ന് വേറൊരു വണ്ടിയുടെ വരുന്നുണ്ട്, നമ്മുടെ സ്കോർപിയോ എന്നും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്കോർപിയോ എന്നും താർ 5 ഡോറായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടികളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5 ഡോർ താർ നോക്കുകയാണെങ്കിൽ അതൊരു പർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്ത ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ SUV പോലെ തന്നെയാണ് ഡിസൈൻ വന്നേക്കുന്നത്, അതായത് നമ്മുടെ ഫ്രാങ്ക്ലർ പോലെ തന്നെ. ഇനി സ്കോർപിയോ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടൊക്കെ കിട്ടുന്ന താറിനെക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയ ഒരു SUV പോലെയാണ് സ്കോർപിയോ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു താറ് ആ ഒരു ലുക്കിൽ മാത്രമല്ല ഒരു പക്ക ആ ഒരു SUV പോലെ ഇരിക്കുന്നത്, അതിൻ്റെ ആ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ബ്രേക്ക് ഓവർ ആംഗിളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു ഓഫ് റോഡ് വണ്ടിയുടെ പോലെ തന്നെയാണ്. അതായത് ലുക്കിലും പെർഫോമൻസും എല്ലാം താറൊരു നല്ല പോലെ തന്നെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി പോലെ തന്നെ വന്നേക്കുന്നത്. ഇനി സ്കോർപിയോ നോക്കുകയാണെങ്കിൽ അതും ഒരു പക്ക SUV തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടെ കംഫോർട്ടൊക്കെ നൽകുന്ന, നമുക്ക് അത്യാവശ്യം കംഫോർട്ടായിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ഒരു SUV പോലെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഇനി ഒരു പുതിയ താറ് വരുന്നതും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് ആ ഒരു ഫ്രാങ്ക്ലർ പോലത്തെ ലുക്ക് വരുമോ എന്നുള്ളതാണ്. പക്ഷേ സൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്രാങ്ക്ലർ ഇതായിട്ട് അത്യാവശ്യം ചേഞ്ചൊക്കെ ഉണ്ട്. പിന്നെ ഫ്രാങ്ക്ലർ നല്ലപോലെ സൈസുള്ളൊരു വണ്ടി കൂടെയാണ്. പിന്നെ ഫ്രണ്ടിൽ നോക്കിയാലും നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു 3 ഡോർ താറ് പോലെയല്ല ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വന്നേക്കുന്നത്. ഗ്രില്ലിലും ഹെഡ് ലാമ്പിലൊക്കെ നമ്മുടെ മഹേന്ദ്ര വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിസൈന് നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു 3 ഡോർ താറിനേക്കാളും തന്നെ വ്യത്യാസം ഈ ഒരു 5 ഡോർ താറിന് അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതൊരു പേഴ്സണൽ ചോയ്സാണ്. ശരിക്കും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആ ഒരു ട്രൂ ആയിട്ടുള്ള ഓഫ് റോഡ് വണ്ടി പോലത്തെ ലുക്കാണ് വേണ്ടതെങ്കിൽ നമ്മുടെ താർ 5 ഡോർ ഉണ്ട്. പക്ഷെ നല്ല മസ്കുലർ ആയിട്ടുള്ള നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു SUV ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ സ്കോർപിയോ എന്നും ഉണ്ട്. ഇനി രണ്ട് വണ്ടിയുടെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്ത് കൊണ്ടിട്ടില്ല, എങ്കിലും നമ്മൾ ആ ഒരു കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ താറിൽ വന്നേക്കുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും 10.25 ഇഞ്ചിൻ്റെയാണ്. അതായത് നമ്മൾ ആ ഒരു XUV 7AA കണ്ട സെയിം സാധനം തന്നെയാണ് പുതിയ താർ 5 ഡോറിലും വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ സ്കോർപിയോ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നേക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നേക്കുന്നത്. രണ്ട് വണ്ടിയിലും വയർലെസ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5 ഡോർ താറിൽ 360 ഡിഗ്രി ക്യാമറ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 ഡോർ താറിൽ പനോറമിക് സൺറൂഫ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ നമ്മുടെ സ്കോർപിയോ നോക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ പെയിൻ സൺറൂഫാണ് വന്നേക്കുന്നത്. എന്നാൽ 5 ഡോർ താറിൽ നമുക്ക് പനോറമിക് സൺറൂഫ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെയും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ 5 ഡോർ താറിൽ വരുന്നുണ്ട്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾഡ് AC വരുന്നുണ്ട്, അതേപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് നമ്മുടെ 5 ഡോർ താറിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ നമ്മുടെ 5 ഡോർ താറിൽ ഉണ്ടാകും. പിന്നെ നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകളും ABS വിത്ത് EBD ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് പുതിയ 5 ഡോർ താറിൽ ഉണ്ടാകും. ഇനി നമ്മൾ രണ്ട് വണ്ടിയുടെയും എഞ്ചിനും ഗിയർ ബോക്സൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ താറിൻ്റെ ആ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫിഗേഴ്സാണ്. വണ്ടി വരുന്നതിനൊക്കെ വ്യത്യാസം വരാം. താറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും, അതിന് ഏകദേശം 132 PS പവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും, അതിന് 150 PS പവർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ആ ഒരു ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലും അവൈലബിൾ ആയിരിക്കും. 5 ഡോർ താറ് റിയർ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ടാകും, അതേപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ ആ ഒരു എഞ്ചിനും സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ടും സിമിലർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ട്രൂ ആയിട്ട് ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് വേണ്ടതെങ്കിൽ താറായിരിക്കും കുറച്ച് നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു ഡിസൈൻ കാരണം അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ടാവും, നല്ലപോലെ തന്നെ വീൽ ആർട്ടിക്കുലേഷൻ കൂടുതലുണ്ടാവും. പിന്നെ ആ ഒരു അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, ബ്രേക്ക് ഓവർ ആംഗിൾ, അങ്ങനെയുള്ള ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ സ്കോർപിയോനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നമ്മുടെ ആ ഒരു 5 ഡോർ താറിന് തന്നെയായിരിക്കും. സ്കോർപിയോനും ഓഫ് റോഡിൻ്റെ കാര്യത്തിലും മോശമൊന്നുമല്ല, പക്ഷേ ആ ഒരു ഡിസൈൻ കാരണം കുറച്ചുകൂടെ ഓഫ് റോഡ് ചെയ്യാൻ ബെറ്റർ നമ്മുടെ 5 ഡോർ താറ് തന്നെയായിരിക്കും. കാരണം അത് ഡിസൈൻ ചെയ്തേക്കുന്ന അങ്ങനെയാണ്, അത് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ 5 ഡോർ താറ് തന്നെയായിരിക്കും. പക്ഷേ റോഡിൽ കുറച്ചുകൂടെ കംഫോർട്ട് വരുന്നത് ചിലപ്പം സ്കോർപിയോ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ യൂസ് എങ്ങനെയാണ് അതനുസരിച്ച് നിങ്ങൾ ഒരു വണ്ടി ചൂസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ പ്രൈസാണ്. ഈ ഒരു 5 ഡോർ താറിന് നമ്മുടെ സ്കോർപിയോനേക്കാളും കുറച്ചുകൂടെ വില കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. കാരണം 5 ഡോർ താറിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. എന്നാൽ സ്കോർപിയോയ്ക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 14 ലക്ഷം രൂപ 13 ലക്ഷം രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ വിലയും കുറച്ച് കൂടുതൽ 5 ഡോർ താറിനായിരിക്കും എന്നാണ് പറയുന്നത്.
പിന്നെ ആ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും കംഫോർട്ടിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത് ഒരുപക്ഷേ സ്കോർപ്പിയോ തന്നെയായിരിക്കും. അതേപോലെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയിലും ആവശ്യത്തിലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ സ്കോർപ്പിയോ തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.